മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മുടെ മക്കളോ അറിയാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ എതിർക്കാൻ ആഗ്രഹിക്കുന്നവരോ പുച്ഛിക്കാൻ ആഗ്രഹിക്കുന്നവരോ യഥാർത്ഥത്തിൽ അമ്പലത്തിലേക്ക് പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ 8 വാക്കുകൾക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിച്ചാൽ നന്നായിരിക്കും. വേറെ കുറേ കാര്യങ്ങൾക്കുണ്ട്. ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, ഒരു വരിയിൽ ഉത്തരം എഴുതാം, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം. ഒരുപക്ഷെ ഉത്തരം ഒരു പാരഗ്രാഫ് എഴുതിയാലും ഒരു പേജ് എഴുതിയാലും തീരില്ല എങ്കിലും ആ ഒറ്റ വാക്കിൽ എന്തെല്ലാം ഉൾക്കൊള്ളുമോ അത് അവതരിപ്പിക്കാനാണ് നമ്മൾ ഒറ്റ വാക്കിൽ ഒറ്റ വരിയിൽ അല്ലെങ്കിൽ 2 വരിയിൽ ഉത്തരം എഴുതാറുള്ളത്. ഈ അമ്പലത്തിൽ പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു വരിയിൽ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചെന്ന് വിചാരിക്കാം. ഒരു വരിയിൽ പറയാൻ പറ്റുമോ അമ്പലത്തിൽ പോകുന്നത് എന്തിനാണ്? ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ഒരു വരിക്കകത്തുള്ള വാക്കുകൾക്ക് എത്ര എക്സ്പ്ലനേഷൻ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഒരു വരിക്ക് അകത്ത് പെടുന്ന വാക്കുകൾക്ക് എത്ര എക്സ്പ്ലനേഷൻ വേണമെങ്കിലും കൊടുക്കാം. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അമ്പലത്തിൽ പോകുന്നത് ശ്രവണം, ചെവിയിലൊന്ന് കൈവച്ച് നോക്കുക. ശ്രവണം, ദർശനം, കീർത്തനം, സ്മരണം, 4 എണ്ണം. ചെവി, കണ്ണ്, നാക്ക്, ഹൃദയം, മനസ്സ്. ശ്രവണം, ദർശനം, കീർത്തനം, സ്മരണം, വന്ദനം, അർച്ചനം, സമർപ്പണം, സേവനം. 8 വാക്കുകൾ. ഈ 8 കാര്യം ക്ഷേത്രവുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതാണ്. ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാം കൂടി ചേർത്ത് 8 വാക്കിൽ പറയാൻ പറ്റുന്നത് ഇതാണ്. ശ്രവണം, ഭാഗവതം കേൾക്കുക, മണിനാഥം കേൾക്കുക, മന്ത്രം കേൾക്കുക, കീർത്തനങ്ങൾ കേൾക്കുക, ഭജന കേൾക്കുക, ഇതുപോലെ ക്ഷേത്രവാദ്യങ്ങൾ, ക്ഷേത്രകലകൾ, ക്ഷേത്ര സംഗീതങ്ങൾ, ഇടയ്ക്ക, ശംഖ്, താളം, എല്ലാം സൗണ്ട് എനർജി കേൾക്കുക. മെസ്സേജസ് ഉണ്ട്. ഭാഗവത വായന, രാമായണ വായന, ഭഗവത്ഗീത വായന, എല്ലാം ശ്രവണമാണ്. ദർശനം, വൃത്തിയായ ക്ഷേത്രം, വൃത്തിയായ ശ്രീകോവില്, വൃത്തിയായ വിഗ്രഹം, തേജസ്സുറ്റ പുഷ്പങ്ങൾ, വിളക്കുകൾ, പ്രഭാമണ്ഡപം, വിഗ്രഹം, ശ്രീകോവില്, ചുറ്റുപാടുകൾ, നല്ല പൂണൂലുണ്ടെങ്കിൽ വെളുത്ത പൂണൂലിട്ട ഒരു പൂജാരി, പൂണൂലില്ലെങ്കിൽ പൂണൂലിട്ട പൂജാരി, പൂണൂലും വസ്ത്രവും ക്ലീൻ ആൻഡ് നീറ്റ്, മുഖപ്രസന്നതയുള്ള ദർശനം. പൂണൂലില്ല എന്നുള്ളതൊരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ശ്രവണം, ദർശനം, ക്ഷേത്രത്തിൻ്റെ ചുറ്റും ക്ഷേത്രത്തിനകത്തും പുറത്തുമൊക്കെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കാണണം. ശ്രവണം, ദർശനം, കീർത്തനം. അമ്പലത്തിൻ്റെ ഗോപുരത്തിനകത്ത് കയറിയാൽ ആവശ്യമില്ലാത്ത ഡിസ്കഷനുകളെല്ലാം മാറ്റാം. ജസ്റ്റ് ഏതെങ്കിലും കീർത്തനങ്ങൾ, ഗായത്രി മന്ത്രം, മൃത്യുഞ്ജയ മന്ത്രം, നാമജപം, എന്തെങ്കിലും സാധിക്കുന്നിടത്തോളം ശ്രദ്ധ നമ്മളൊരു പ്രത്യേകതയിലേക്ക് കൊണ്ടുവരാനാണ്. റേഷൻ കടയിൽ പോകുന്നത് റേഷൻ സാധനങ്ങൾ വാങ്ങിക്കാൻ, പച്ചക്കറി കടയിൽ പോകുന്നത് പച്ചക്കറി സാധനം വാങ്ങിക്കാൻ, ഹോട്ടലിൽ പോകുന്നത് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഭക്ഷണങ്ങളിൽ നമുക്കിഷ്ടമുള്ളത് എടുക്കാൻ, ബാർബർ ഷോപ്പിൽ പോകുന്ന തലമുടി വെട്ടാൻ. നമ്മളെവിടെ പോകുന്നു അതിനൊരു ലക്ഷ്യമുണ്ട്. അമ്പലത്തിൽ പോകുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. ആത്മീയ സാക്ഷാത്കാരം, പ്രാർത്ഥന. അതിൻ്റെ ആ ഗോപുരത്തിനകത്ത് കയറിയാൽ മറ്റു വിഷയങ്ങൾ മാറ്റാം. ചർച്ച അല്ലെങ്കിൽ നാമജപം മാത്രം. ഇപ്പോൾ ശ്രവണം, ദർശനം, കീർത്തനം, സ്മരണം. ഈശ്വരനെ സ്മരിക്കാൻ ശ്രമിക്കുക. കഴിയുന്നത്രയും മറ്റ് സ്മരണകൾ ഒഴിവാക്കുക സാധിക്കുമെങ്കിൽ. പിന്നെ അർച്ചന. നമുക്ക് നേരിട്ട് അർച്ചന നടത്തണമെങ്കിൽ വിരോധമൊന്നുമില്ല. നമ്മൾ നേരിട്ട് അർച്ചന നടത്താൻ പറ്റില്ല. അതുകൊണ്ട് അർച്ചിക്കാനുള്ള പൂ കൊണ്ടു കൊടുക്കാം. അല്ലെങ്കിൽ പൂജാരി ആ അമ്പലത്തിലെ ഒരു റെസീറ്റ് മേടിച്ച് അർച്ചനയ്ക്കുള്ള കൂപ്പൺ എടുക്കാം. പൂജാരിക്ക് അർഹതപ്പെട്ട ദക്ഷിണ വേണമെങ്കിൽ കൊടുക്കുക. അദ്ദേഹം ഭംഗിയായിട്ട് ചെയ്യും എന്ന് വിശ്വസിക്കുക. വിശ്വസിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ശരിക്കും അർച്ചനം, ശ്രവണം, ദർശനം, കീർത്തനം, സ്മരണം, വന്ദനം, തുഴ. 2 കൈയും കുപ്പി തുഴ. സാധിക്കുമെങ്കിൽ പെരുവിരല് ഹൃദയത്തിൽ തൊട്ടുന്ന രീതിയിൽ തുഴ. അല്ലെങ്കിൽ ഏത്ത ഇടുക. ടൈറ്റ് പാൻ്റാണെങ്കിൽ ഒഴിവാക്കാം. അതുപോലെ ഇടത്തെ കൈ നെഞ്ചത്ത് വെച്ചിട്ട് ശ്രീകോവിലിൻ്റെയോ വിളക്കിൻ്റെയോ മുമ്പിൽ തൊട്ട് നെറ്റിയിലെ മൂക്കിൻ്റെ അറ്റത്തെ ഹൃദയത്തിൽ തൊടുക. വെറുതെ നെറ്റിയിലെ മൂക്കിൻ്റെ അറ്റത്തെ ഹൃദയത്തിൽ തൊട്ടാലും മതി. അതേപോലെ തന്നെ പ്രദക്ഷിണം വയ്ക്കുക.
3 പ്രദക്ഷിണം ഏത് അമ്പലത്തിലും കൈ വീശാതെ വളരെ വേഗത്തിലല്ലാതെ പ്രദക്ഷിണം വയ്ക്കാം. ശിവക്ഷേത്രത്തിൽ സോമരേഖ മുറിച്ച് കടക്കരുത്. സോമരേഖ മുറിച്ച് കടക്കാത്ത വിധത്തിൽ 3/4 വട്ടം തിരിഞ്ഞ് പ്രദക്ഷിണം വയ്ക്കുക. നിങ്ങൾക്കറിയാവുന്നതാണത്. അത് വന്ദനത്തിൻ്റെ ഭാഗം. പുരുഷന്മാർ സാഷ്ടാംഗം നമസ്കരിക്കുക, സ്ത്രീകളാണെങ്കിൽ ഷഡംഗ നമസ്കാരം. ശരിക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ശ്രവണം, ദർശനം, കീർത്തനം, സ്മരണം, വന്ദനം, അർച്ചനം. അർച്ചനം ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു. പിന്നെ സമർപ്പണം. ഒരു ക്ഷേത്രം നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. 1990കളിലെ കേരളത്തിൽ 18,000 ക്ഷേത്രങ്ങളിലായിരുന്നു ശരിക്കും വിളക്കത്തിക്കലും പൂജയും ഉണ്ടായിരുന്നത്. 2015 ആയപ്പോൾ അത് 42,000 ക്ഷേത്രങ്ങളായി. ഞാൻ പറയുന്ന കണക്കുകൾ ചില ആധികാരിക ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തതാണ്. ഇതും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായേക്കാം. ഇപ്പം നമ്പർ ചിലപ്പോൾ വളരെ കൂടിയേക്കാം ഇപ്പോൾ. അപ്പോൾ ശരിക്ക് സമർപ്പണം. ഓരോ ക്ഷേത്രവും വളരണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് വഴിപാടിൻ്റെ രൂപത്തിലോ ഡൊണേഷൻ്റെ രൂപത്തിലോ സമർപ്പണത്തിൻ്റെ രൂപത്തിലോ എന്തെങ്കിലും കൊടുക്കണം. ഒന്നില്ലെങ്കിൽ കാശ്, അല്ലെങ്കിൽ തിരുനൂല്, അല്ലെങ്കിൽ എണ്ണ, അല്ലെങ്കിൽ പുഷ്പം, അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പണിക്ക് ആവശ്യമായിട്ടുള്ള ഇഷ്ടിക, സിമൻറ്റ്, മരം, കമ്പി, മാൻ പവർ, അല്ലെങ്കിൽ ഏതെങ്കിലും. ഞാൻ ചേർത്തലയിൽ ഒരു അമ്പലത്തിൽ പോയപ്പോൾ മാർഗരറ്റ് എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഇടിക്കുളായും മിസ്റ്റർ ഇടിക്കുള, ജോർജ് ഇടിക്കുള ആൻഡ് മാർഗരറ്റ്, അവരുടെ പേരിങ്ങനെ അമ്പലത്തിലെ SNDPയുടെ അമ്പലമാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിഷ്ഠിച്ചതാണെന്ന് തോന്നണില്ല, പേരുള്ള അമ്പലമാണ്. മൈക്കിലൂടെ ഈ ഇടിക്കുല, ജോർജ് ഇടിക്കുളയുടെയും മാർഗരറ്റിന്റെയും പേര് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ ഈ അമ്പലത്തിൽ ഇങ്ങനെ? സാർ, അവരാണ് വിഗ്രഹം സ്പോൺസർ ചെയ്തത്. 32,000 രൂപയോ മറ്റോ ആണ് വിഗ്രഹം സ്പോൺസർ ചെയ്തത് അവരാണെന്ന് പറഞ്ഞു. എനിക്ക് അത്ഭുതം തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സമർപ്പിക്കാം. വിഗ്രഹം സമർപ്പിക്കാം, പ്രഭാമണ്ഡപം സമർപ്പിക്കാം, പുഷ്പം സമർപ്പിക്കാം, 1 മാസത്തെ ഇലക്ട്രിസിറ്റി ചാർജ് സമർപ്പിക്കാം. ഗ്യാസ് സിലിണ്ടറുള്ള അമ്പലമാണെങ്കിൽ ഗ്യാസ് സിലിണ്ടർ സമർപ്പിക്കാം. അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഐറ്റമേ സമർപ്പിക്കാവുന്നില്ല. സമർപ്പണ ഭാവത്തിൽ ക്ഷേത്രം നിലനിൽക്കുന്നു. അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് എടുക്കാൻ. പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്നുയാൽ. ഇപ്പൊ ശ്രവണം, ദർശനം, കീർത്തനം, സ്മരണം, വന്ദനം, അർച്ചനം, സമർപ്പണം. അവസാനത്തേത് സേവനം. അമ്പലങ്ങൾ മുഴുവൻ സേവന കേന്ദ്രങ്ങളാണ്. ഒരു അമ്പലം എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിന്റെ തലസ്ഥാനാണ്. വിഗ്രഹം എന്ന് പറയുന്നത് ഗ്രാമാധിപനാണ്. ആ അമ്പലത്തിൽ കിട്ടുന്ന പാട്ടമാണ് അമ്പലത്തോട് ചേർന്നിരിക്കുന്ന പള്ളിക്കൂടം, വിദ്യാലയത്തിലെ അധ്യാപകർക്ക് സാലറി കൊടുക്കാം. ധർമാശുപത്രി നടത്തുമ്പോൾ മരുന്നിനും വൈദ്യർക്കുമുള്ള ശമ്പളവും ചെലവും കൊടുക്കുന്നത് ഇവിടെ കിട്ടുന്ന പാട്ടമാണ്. അതൊരു സേവനത്തിന്റെ കേന്ദ്രമാണ്. അമ്പലം സേവനത്തിന്റെ കേന്ദ്രമാണ്. എല്ലാവർക്കും എത്താൻ പറ്റുന്ന സ്ഥലത്ത് അമ്പലം കെട്ടുക. പൊതുവേ പണ്ട് അമ്പലത്തിന് ബൗണ്ടറി വാളില്ല, ആർക്കും എപ്പോഴും കയറാൻ പറ്റണം. അവിടെയാണ് നീതിന്യായ വ്യവസ്ഥകൾ നടന്നിരുന്നത്. അമ്പലത്തിന്റെ മുമ്പിലായിരുന്നു തെറ്റും ശരിയും സത്യപ്രതിജ്ഞയിലൂടെയൊക്കെ നടന്നിരുന്നത്. ഇങ്ങനെയുള്ള കുടുംബക്ഷേത്രം, കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചേരാനുള്ളത്. ഗ്രാമക്ഷേത്രം, ഗ്രാമങ്ങളിലെ ജനങ്ങൾ ഒരുമിച്ച് ചേരാനുള്ളത്. അതുപോലെ തന്നെ പരദേവത. ശരിക്കും പരദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോത്രത്തിൽപ്പെട്ടവരെല്ലാം കണക്റ്റഡ് ആ പരദേവതയുമായിട്ടാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മുടെ ക്ഷേത്രങ്ങൾ വെറും ഒരു പ്രാർത്ഥനാലയങ്ങളോ അല്ലെങ്കിൽ ഉത്സവം ആഘോഷിക്കാനുള്ള ഒരു പാർക്ക് പോലെയുള്ളൊരു കേന്ദ്രമോ അല്ല. ശ്രവണം, ദർശനം, കീർത്തനം, സ്മരണം, വന്ദനം, അർച്ചനം, സമർപ്പണം, സേവനം, അഷ്ടവിക്രിയകൾക്കുള്ള കേന്ദ്രമാണ്. ഒന്നുകൂടി പറയാം: ശ്രവണം, ദർശനം, കീർത്തനം, സ്മരണം, വന്ദനം, അർച്ചനം, സമർപ്പണം, സേവനം. ഈ 8 എണ്ണത്തിന്റെ അതിനാണെന്ന് പറഞ്ഞൊന്ന് വിവരിച്ചു കൊടുത്ത് നോക്കാം. ഒരാളും എതിർക്കില്ല. എതിർക്കാൻ ആഗ്രഹമുള്ളവർ, ജന്മനാൽ എതിർക്കുന്ന രോഗമുള്ളവരാണെങ്കിൽ പിന്നെ അവർ എതിർക്കാൻ നല്ലൊരു അവസരവും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതും ചെയ്യട്ടെ അവര്. പ്രണാമം, നമസ്കാരം.